നമ്മളെ കുട്ടി, ചെറിയ കുട്ടി, പെണ്ണുങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അപ്പം കുട്ടീനെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പെരയിലെത്തി. ഉമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മൂത്ത കുട്ടി, 5 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ മെല്ലെ ആരുമില്ലാത്ത സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഉമ്മ, കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കും. എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിട്ടയായ അന്വേഷണമാണ് ആ കുട്ടി നടത്തുന്നത്. ഉമ്മ അപ്പം എന്താ പറയാ? അത് ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്താ വിചാരിക്കുക? ഇതേമാതിരി പണ്ടുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്നല്ലേ? ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെ പറഞ്ഞു കൊടുക്കാം? മോനെ, അത് ഞാനും എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേ കണ്ടില്ലേ? അതേമാതിരി ഉമ്മാൻ്റെ കുട്ടി വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഇമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തി നിൽക്കണേ കണ്ടില്ലേ? അതിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അത് ഉമ്മ പാത്തുന്ന സ്ഥലത്ത് കൂടെ പ്രസവിച്ചതാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആകാശം പൊളിഞ്ഞിടുകയാണെങ്കിൽ അതിങ്ങോട്ട് ചാടട്ടെ, നമുക്ക് വല്ല തൂണെന്തേലും കൊടുത്തിങ്ങോട്ട് നിർത്താം. നോണ പറഞ്ഞുങ്ങാണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ കുട്ടി ഉമ്മാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? ഇമ്മത് പറഞ്ഞു കൊടുത്തില്ല. ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാൻ വഴിയില്ലാത്തതിനാൽ ഒറിജിനൽ അല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അവൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ വഴിതെറ്റി. ലൈംഗികത വഴിതെറ്റിയതല്ലാതെ എന്താ ഇന്നത്തെ നമ്മളെ പ്രശ്നം? ഇന്നത്തെ മൊത്തം പ്രശ്നം ലൈംഗികത വഴിതെറ്റിയതല്ലേ? ഒറിജിനൽ സ്രോതസ്സിന് കുട്ടി അന്വേഷിച്ചിട്ടില്ലേ? പറഞ്ഞു കൊടുക്കാത്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നത്? അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ അന്നത് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പിന്നെ കുട്ടി ചിട്ടവായ രൂപത്തിൽ പഠിച്ചുണ്ടാക്കുമായിരുന്നു.